വൃത്തപരിധിയും വ്യാസവും തമ്മിലുള്ള അംശബന്ധം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രീക്ക് പദമാണ് പൈ. 1706 വെയിൽസിലെ വില്യം ജോൺസ് ആണ് അതിന് തുടക്കം കുറിക്കുന്നത്. ഇൻസ്ട്രേക്ഷ്യ ഇൻ അനാലിസിസ് ഇൻഫിനിറ്റോറം എന്ന കൃതിയിൽ ലിയർനാർഡോ ഓയിലർ ഇത് ഉപയോഗിച്ചതോടെ പൈ എന്ന പ്രതീകം വ്യാപകമായ അംഗീകാരം നേടി. പൈ ഒരു അഭിനക സംഖ്യയാണെന്ന് കണ്ടെത്തിയതിന് ആദരിക്കപ്പെട്ടത് ഡാലംബേർ ആണ്. എന്നാൽ കേരളത്തിലെ ഗണിത പരമ്പരയിൽപ്പെട്ട കേളല്ലൂർ നീലകണ്ഠ സോമയാജി ഇക്കാര്യം നേരത്തെ തന്നെ തന്റെ ആര്യഭട്ടീയ ഭാഷ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. വൃത്തത്തിന്റെ ചുറ്റളവ് അതിന്റെ വ്യാസത്തിന്റെ ഗുണിതമായി കണക്കുകൂട്ടാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു. ജാമിതീയ സ്ഥിരാംഗമായ പൈയുടെ വില 17 ദശാംശ സ്ഥാനം വരെ കൂട്ടിയെടുത്ത ആളാണ് സത്രത്നമാലയുടെ കർത്താവായ കടത്തനാട്ട് ഇളയരാജ ശങ്കരവർമ്മൻ. നർമ്മരാജ്യേന വട്ടത്തെ പെരുക്ക സരളാംഗവും കിഴിച്ചാൽ സൂക്ഷ്മമാം വിട്ടം വട്ടത്തിനു മറിച്ചുമാം. മലയാളി പയ്യെ കവിതയാക്കിയത് ഈ വിധത്തിലായിരുന്നു. ഇന്ന് മാർച്ച് 14 അന്താരാഷ്ട്ര പൈ ദിനം.